ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മയും വീഡിയോയുടെ അങ്ങ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോ മുതൽ എല്ലാം ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ഡേ ആണ് കേട്ടോ. ബാക്കി 6 ദിവസവും വലിയ കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും പോകണം എന്നുണ്ടെങ്കിൽ സൺഡേ നമ്മൾ ഫുൾ പ്രൊഡക്റ്റീവ് ആക്കണം. കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട്, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നൊരു ദിവസം കേട്ടോ സൺഡേ എന്ന് പറയുന്നത്. രാവിലെ തന്നെ നമ്മുടെ ഒരു നെയ്ബർ അമ്മൂമ്മ കുറച്ച് ചീമനെല്ലി പറിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൗശിക് വീയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ മനസ്സിലാക്കി ഇതാണ് വേണ്ടുന്നതെന്നുള്ളത്. ആദ്യം കാര്യം വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ തായി അറിയാവുന്ന ഒരേ ഒരാൾ കൗശിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം അവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേ കുറച്ചേറെ പണി വരുന്നത് ചേട്ടന് തന്നെയാണ് കേട്ടോ. ബാക്കി 6 ദിവസം എനിക്കാണെന്നുണ്ടെങ്കിൽ സൺഡേ കുറച്ചേറെ പണിയെടുക്കുന്നതും ചേട്ടനായിരിക്കും. അതിനുശേഷം കൗശിക് രാവിലെ എണീറ്റ് വന്നപ്പോഴാണെങ്കിൽ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കുരുവി കുഞ്ഞിങ്ങനെ ചത്ത് കിടക്കുന്നു കേട്ടോ. ഇനി എത്രയും പെട്ടെന്ന് അതിനെ കുഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയില്ല. കാരണം അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇപ്പം തന്നെ അതിനെ കുഴിച്ചിടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സഹിക്കാൻ പറ്റാതെ അതിനപ്പം തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്ന സമയത്ത് ഈ ചുമന്ന കളറിലെ പയറുണ്ടല്ലോ, അതിൻ്റെ ഒരു തൈ തൈയല്ല വിത്ത് അരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പോട്ടിങ് മിക്സും ചാണകപ്പൊടിയും വെർമി കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് വെക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഗ്രോ ബാഗിനകത്ത് വെക്കുന്നത്. എത്രമാത്രം സക്സസ് ആയിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. ബാക്കിയെല്ലാം ഈ ചട്ടിയിലും മണ്ണിലും ഒക്കെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം എല്ലാവർക്കും ഇച്ചിരി വാട്ടം ഉണ്ടായിരുന്നു. അതിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇത്തിരി വാട്ടമാണ്. കാരണം അമ്മാതിരി ചൂടാണ് ഇവിടെ അടിക്കുന്നത്. മഴ ഇപ്പം പെയ്യും നാളെ പെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നതല്ലാതെ മഴ ഇതുവരെ അങ്ങോട്ട് നന്നായിട്ട് ഇവിടെ പെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയി. പിന്നെ ഇവിടെ അങ്ങനെ ഗ്യാസിന് ഷോർട്ടേജ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല. നമ്മളുടെ വീടിനടുത്ത് നിന്ന് ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഗ്യാസ് കിട്ടുന്ന കട ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി ഓരോ വീട്ടിലും 2 മാവ് വെച്ചു. ആ മാവ് നിറച്ച് മാങ്ങയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവും. നമ്മുടെ വീട് ഒഴിച്ച് അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ എല്ലാ വീട്ടിലും മാവുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ മാവില്ല എന്നുള്ളൊരു സങ്കടമായ വിവരം നമ്മൾ അറിയിച്ചുകൊള്ളുകയാണ്. അങ്ങനെ കടയിൽ ചെന്ന സമയത്ത് ആദ്യമൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സാധാരണയായിട്ട് ഇവിടെ ഒരു ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചേച്ചിയാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരി വന്നിട്ട് കാര്യമൊക്കെ ചോദിച്ച് ഗ്യാസ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്യാസ് മാത്രമല്ല കേട്ടോ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടു സെഡ് സാധനങ്ങളുണ്ട്. കട കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ടോ. എന്തോ പെട്രോളോ ഡീസലോ എന്തൊക്കെയോ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് എന്തുവാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 450 ബാത്താണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം അടുപ്പിച്ചൊരു 1500 രൂപയൊക്കെ ആട്ടോ ഒരു കുറ്റി ഗ്യാസിന് വരുന്നത്. അതിനുശേഷം നമുക്കൊരു വെള്ളം, എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയിട്ടൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് പോയതാണേ. ഇവിടെ എല്ലാ ദിവസവും നല്ല ട്രാഫിക്കാണ്. ഏത് ഭാഗത്തോട്ട് പോകണമെങ്കിലും നല്ല ട്രാഫിക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒരു മിക്സി എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഒരു ലെമൺ ടീയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഷുഗർ കുറച്ചൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാം, ഷേക്ക് പോലുള്ളതൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചാണ് കയറിയത്. അപ്പോൾ കൗശിക്കിന് പറ്റത്തില്ല. അവനെന്തോ ഷേക്ക് പോലത്തെ എന്തോ സാധനം വേണമെന്നൊക്കെ പറഞ്ഞ് അവൻ അത് വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും ലെമൺ ടീ മാത്രം വാങ്ങിച്ചു കേട്ടോ. സൺഡേ എന്ന് പറയുന്നത് ഇവിടെ ഒരു മൂകമായ അന്തരീക്ഷമാണ്, ഒരു ഹർത്താലിൻ്റെ അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ മിക്ക കടകളും അങ്ങനെ തുറക്കത്തില്ല. ശനിയാഴ്ച ആയിരിക്കും ഇവിടെ എല്ലാവരും മാക്സിമം അങ്ങോട്ട് എൻജോയ്മെൻറ്റ് നടത്തുന്നതൊക്കെ. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പോരായ്മകൾ വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്നാലും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന്